പെരുന്നാളായിട്ട് ഇതുവരെയായിട്ട് ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കാന്നാണ് വിചാരിച്ചു. ഇത്രയും ദിവസം ക്ലാസ്സും പരിപാടിയൊക്കെ ആയിട്ട് ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നാണ്ട് ഒഴിവ് കിട്ടിയപ്പോ ഞാൻ ഇന്ന് പോയി എടുക്കാന്ന് വിചാരിച്ചു. മറ്റന്നാളാണ് ഇപ്പൊ ഏതായാലും പെരുന്നാൾ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കൊറിയർ എടുക്കാനുണ്ട്. പിന്നെ വാപ്പാന്റെ കുറച്ച് പേപ്പേഴ്സ് പ്രിന്റ് എടുക്കാനുണ്ട്. അക്ഷയ പോയി ആദ്യം പോയിക്കാണ്ട് കൊറിയർ കളക്ട് ചെയ്ത് ഇനി നമുക്ക് പ്രിന്റ് എടുക്കാൻ പോകും. പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയിക്കാണ്ട് കുറച്ച് കോപ്പി ആ പരിപാടിയൊക്കെ കഴിച്ചാണ്ട് ആ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താണ്ട് ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാം. ഈ വെയിലത്താണ് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. അമ്മാരി വെയിലാണ്, വണ്ടി ഓട്ടാനും കൂടി പറ്റുന്നത്. അങ്ങനെ ഷോപ്പിലെത്തിയാണ്ട് നമുക്ക് പറ്റിയ ഷർട്ടുകളൊക്കെ നോക്കിയാണ്ട് ഒരു ഷർട്ട് നോക്കിയാണ്ട് ട്രയൽ അടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഷർട്ട് കൊണ്ട് തൂക്കി പാന്റ് ഞാൻ കഴിഞ്ഞ വരുന്നൊക്കെ രണ്ടെണ്ണം എടുത്തിന്. അപ്പൊ പാന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ആ പാന്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആ പാന്റിന് പറ്റിയൊരു ഷർട്ട് നോക്കിയിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ എടുത്തത്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ പെങ്ങളെ ബേബിക്ക് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊ അതൊന്ന് എക്സ്ചേഞ്ച് അടിക്കണം. ഓനക്കാണെങ്കിൽ സൈസ് പാകല്ല. അപ്പൊ കുറച്ച് വലിയ സൈസ് എടുക്കണം. പക്ഷെ നമ്മൾ എക്സ്ചേഞ്ച് നടന്നില്ല. ഗിഫ്റ്റ് കിട്ടിയതായതുകൊണ്ട് ബില്ലില്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്പറും പേരൊക്കെ നോക്കിയിട്ട് അതിന് കിട്ടി. പിന്നെ ഓരോട് ചോദിച്ചിട്ട് പിന്നെ മാറ്റാന്ന് വിചാരിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ മുടിയിട്ടാൻ പോവാണ്. അപ്പൊ ബാർബർ ഷോപ്പ് ചെന്നപ്പോ വലിയ തിരക്കൊന്നും ചെയ്യും. പെട്ടെന്ന് തന്നെ ആയി. അപ്പൊ ഒപ്പം ഒരു ഹെഡ് മസാജും കൂടി കൊണ്ട് ചെയ്തു. അങ്ങനെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ചാണ് അങ്ങനെ വീട്ടിലെത്തി. അപ്പൊ ഇന്നത്ര തന്നെ ബാക്കി പിന്നെ